നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ജിന്നിനോട് ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിൽ, ഉദാഹരണം തന്നെ ഓർമ്മിച്ചാൽ മതി, പുഴയിലേക്ക് വീഴുന്ന മനുഷ്യൻ അവിടെ ഒരു ജിന്നുണ്ടാകുമെന്ന് വിചാരിച്ച് ജിന്നെ കാക്കണേന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്ന സക്കരിയ സലാഹിയുടെ വാദം അത് അപകടമാണ്. ഇതാ ഗേനമ്മ പറഞ്ഞത്, അതാ KJI പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് ഒരു തരത്തിൽ ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയാതെ വന്നപ്പോഴാണ് യാ ഇലാഹല്ലാഹ് ഹദീസില്ലേ എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തെളിവ് പറയണോനും ഉറപ്പാണ് ദുർബലാണ്, ആരോടാണോ പറയുന്നത് ഓർക്കും ഉറപ്പാണ് ദുർബലാണ്, പിന്നെ തെളിവിനുള്ളൂ. ഈ വാദം ഇവരിങ്ങനെ ഇവിടെ പരസ്യമുണ്ടാക്കി മൂവാറ്റുപുഴ സംവാദത്തിൽ സക്കരിയ സലാഹി അദ്ദേഹത്തിന്റെ ഈ പുസ്തകം നിങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കുക. ഇതിലെ ഒന്നാമത്തെ കത്തിൽ അദ്ദേഹം കാര്യമായി പറയുന്നത് എന്താ? ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് മൂവാറ്റുപുഴ സംവാദത്തിൽ നമ്മൾ പറഞ്ഞത് വലിയ അബദ്ധമായി പോയി. അയിനൂനിന്ന് പണ്ട് പലരും പറഞ്ഞതല്ലേ. ചോദ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല, മൂപ്പർക്ക് ഉത്തരം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. മനസ്സിലാത്തതുകൊണ്ടല്ല, വിരോധമാണ്, വിരോധം, അന്ധമായ വിരോധം. അദ്ദേഹത്തിന്റെ ഈ തെറ്റായ വാദത്തെ ന്യായീകരിക്കാത്തത് കൊണ്ടുള്ള അന്ധമായ വിരോധം. മുജാഹിദികളെ, നിങ്ങൾ കേൾക്കുക മൂവാറ്റുപുഴ സംവാദത്തിലെ ആ ചോദ്യോത്തരം, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ അതിൽ പറഞ്ഞത് ശിർക്ക് തെറ്റാണോ ശരിയാണോ എന്ന്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏതായാലും ആമുഖങ്ങളില്ലാതെ നേരെ ചോദ്യത്തിലേക്ക് കത്തുവെച്ച് പ്രയാസത്തിലകപ്പെട്ട ഒരാൾ അവിടെ ഉണ്ടാകാനിടയുള്ള ജിന്ന്, മലക്ക് എന്നിവർ സഹായിക്കുമെന്ന് കരുതി യാ ഇബാദല്ലാഹി അഈനൂനി അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ, എന്ന് തേടിയാൽ അത് ഖുർആൻ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണോ? അല്ലാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണോ അല്ലേ? അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. അതെല്ലാവരും മനസ്സിലാക്കണം. ഞങ്ങളുടെ വിഷയാവതരണത്തിലും വിഷയത്തിലും വാദത്തിലും ഒക്കെ പറഞ്ഞ ഒരു സംഗതി, മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രാർത്ഥന തിരിയാത്തത് കൊണ്ടാണ് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഇസ്തിഹാസ ഇവര് വളരെ ബോധപൂർവം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സമുദായത്തെ നശിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥന മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. വിജനപ്രദേശത്ത് വെച്ച് അവിടെ ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും സഹായിക്കും എന്ന രൂപത്തിൽ, എന്ന വിശ്വാസത്തിൽ ഒരാൾ യാ ഇബാദല്ലാഹി അഈനൂനി അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥന ആണോ അല്ലേ? ആണെങ്കിൽ ആണെന്ന് പറയണം, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. അതാണ് അതിന്റെ മറുപടി. ഞങ്ങൾ ആ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്തിനാണ് ഇത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ദീനിൽ മഹാന്മാരായ സ്വഹാബികൾ നമ്മുടെ കേരളത്തിൽ പഠിപ്പിച്ച മഹത്തായ ആദർശത്തിന് തുരങ്കം വെച്ചുകൊണ്ട് 921 ശേഷം കടന്നു വന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനത്തിന്റെ ഭാഗമായി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധനത്തിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന കാര്യം. എന്തുകൊണ്ട് ഇത് പറയേണ്ടി വന്നു എന്ന് ഞാൻ വിശദീകരിക്കാതെ തന്നെ ഇവിടെ നടന്ന ചില സംസാരങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, മറുഭാഗത്ത് വിഷയം അവതരിപ്പിച്ച നമ്മുടെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും എന്നിട്ട് ഞങ്ങൾ മധുരപാനീയമാണ് കുടിക്കുന്നത് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആളുകൾ ഉണ്ടാക്കിയെടുക്കും. കുടിക്കുന്നത് കള്ള് തന്നെയാണ്,
പക്ഷെ പറയുന്നത് ഞങ്ങൾ മധുരപാനീയമാണ് കുടിക്കുന്നത്. കള്ളിനെ മധുരപാനീയമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾ വളരെ കൃത്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പഠിപ്പിച്ച ഒരു കാര്യം, വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോട് തന്നെ തേടിയാലും, ആരോട് ദുആ നടത്തിയാലും, ആരോട് പ്രാർത്ഥന നടത്തിയാലും അവർക്ക് ഒരു കാരക്കക്കുരുവിന്റെ മുകളിലുള്ള പാടയിടാത്ര പോലും കഴിവില്ല. ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും. നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. അവർ കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യുകയില്ല. വലൗ സമീഉ മസ്തജാബു ലക്കും. നിങ്ങളുടെ ദുആ കേട്ടാലും അവർ ഉത്തരം ചെയ്യുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. നാളെ പരലോകത്ത് നിങ്ങൾ ഹാജരാക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ നിങ്ങൾ ആരോടാണോ തേടിയത്, നിങ്ങൾ ആരോടാണോ പ്രാർത്ഥന നടത്തിയത്, നിങ്ങൾ ആരോടാണോ ദുആ നടത്തിയത്, ആ ആളുകൾ നിഷേധിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറഞ്ഞത് കൊണ്ട് തന്നെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയുമില്ല. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥന നടത്തുന്നുവെങ്കിൽ, ആരോടെങ്കിലും പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും സമയങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി തേടുന്നുവെങ്കിൽ അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വിജന പ്രദേശത്തായാലും ശരി, അതല്ല ആളുകളുള്ള പ്രദേശത്തായാലും ശരി, കരയിലായാലും ശരി, കടലിലായാലും ശരി, മഹാനോടായാലും ശരി, നബിയോടായാലും ശരി, ജിന്നയോടായാലും ശരി, മലക്കിനോടായാലും ശരി, പിശാചിനോടായാലും ശരി, ശിർക്കാണ് എന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് സംശയമില്ല. കാരണം ഈ ആയത്ത്, ഞാൻ ഓടിക്കൽപ്പിച്ച ആയത്ത്, അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് നമുക്കിങ്ങനെ വായിക്കാം. ഇൻ തദഊഹും എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആ എന്നാൽ വേറെ എന്തോ ഒരു കാര്യമല്ല. ദുആ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചതെന്ത്? ഇൻ തദഊഹും ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവായിബി. പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ അത് കേൾക്കില്ല, അറിയില്ല, ഉത്തരം ചെയ്യില്ല. ആരൊക്കെ? വയജൂസു അൻ യർകിഅ ഹാദാ മിനൽ മഅബൂദീന മിമ്മാ യഅഖിൽ. ഇത് കല്ല്, മരം, ബിംബം, വിഗ്രഹം തുടങ്ങിയവർക്ക് മാത്രം ബാധകമല്ല, അത് ആഖിലിനും ബാധകമാണ്. കൽ മലായികത്തി, മലക്കുകളാകട്ടെ, വൽ ജിന്നി, ജിന്നുകളാകട്ടെ, വൽ അംബിയായി, നബിമാരാകട്ടെ, വശയാത്തീനി, പിശാചുക്കളാകട്ടെ. ഇങ്ങനെ ആരോട് തന്നെ ഈ ഒരു ചേട്ടം നടത്തിയാലും, ഈ ഒരു പ്രാർത്ഥന നടത്തിയാലും അത് ശിർക്കാണ് എന്ന് തന്നെയാണ് മുജാഹിദുകൾ ഒന്നാമത്തെ ദിവസം മുതൽ പറഞ്ഞത്. ഇന്നും മുജാഹിദുകൾക്ക് അത് തന്നെയാണ് ഈ സമൂഹത്തോട് പറയാനുള്ളത്. ഇതാണ് മൂവാറ്റുപുഴയിലെ ചോദ്യവും മറുപടിയും. സക്കരിയ സലാഹി ഈ നോട്ടീസ് പറയുന്നത് എന്താണ്? ആ മറുപടി പറഞ്ഞതോടുകൂടി തെറ്റിയത് സലഫി പ്രസ്ഥാനത്തിനല്ല, കായക്കൊടിക്കാണ് തെറ്റുപറ്റിയത്. അദ്ദേഹം സംഘടനയ്ക്ക് കൊടുത്ത കത്തിൽ ഏതാണ്ട് നമ്പറിട്ട് അദ്ദേഹം പറയുന്ന 12 മുതൽ 18, 21 വരെയുള്ള ഈ നമ്പറുകളിൽ അദ്ദേഹം പറയുന്നതൊക്കെ ഇതാണ്. കൂട്ടത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം എന്ത്? നമ്മൾ പുറത്തിറക്കിയ മൂവാറ്റുപുഴ സംവാദ തീയതി, പ്രത്യേകിച്ചും സുന്നികളുടെ ചോദ്യ സെഷൻ നേതൃത്വം സശ്രദ്ധം കാണണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശിർക്കല്ലാത്ത കാര്യം ശിർക്കാണെന്ന് നമ്മൾ സുന്നികളുടെ മുമ്പിൽ വിശദീകരിച്ചത് കൊണ്ട് ഇമാമിങ്ങൾ ശിർക്ക് പ്രവർത്തിക്കുന്നവരാണ് എന്ന് നമുക്ക് അവരുടെ മുമ്പിൽ അംഗീകരിക്കേണ്ടി വന്നില്ലേ? അപ്പൊ ഓലെ ചോദ്യം ശിർക്കല്ല എന്നാണ് സക്കരിയ സലാഹിന്റെ വാദം. വിജനപ്രദേശത്തെ അകപ്പെട്ട ഒരാൾ ജിന്നും മലക്കും സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അയ്യൂനി പറഞ്ഞാൽ ശിർക്കല്ല എന്ന് സക്കരിയ സലാഹി വിശ്വസിക്കുന്നു. കേരളത്തിലെ മുജാഹിദികൾ അത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് മുജാഹിദികൾ പറഞ്ഞു നടക്കേണ്ടി വന്നത്. ഈ ആളുകളുടെ പ്രസംഗം, ഈ ആളുകളുടെ പ്രവർത്തനം, ഈ ജാതി കത്ത്, ഇതൊക്കെ ഈ നാട്ടിൽ പ്രചരിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഉമർ മൗലവിയുടെ ഒരു വാക്ക് ഓർമ്മിച്ചു പോയി. അതുകൂടി നിങ്ങളെ കേൾപ്പിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. അത് കേൾക്കുക. അസ്സലാമു അലൈക്കും. ഖുർആനിൽ അങ്ങും നിങ്ങളോളം നോക്കിയാൽ 3 കണക്കിന് ആയത്തുകളിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് ഇബാദത്ത് അല്ലാഹുവിന് മാത്രം എന്നത്. എന്താണ് ഇബാദത്ത് എന്നതിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം വളരെ ലളിതമാണ്. ഖുർആനിലും ഹദീസിലും ഇതിന്റെ വിശദീകരണം വന്നിട്ടില്ലെന്ന് ചിലർ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് ഭയങ്കരമായ നന്ദികേടാണ്, നിഷേധമാണ്. ഈ അത്ഭുതമാണ് ആ കാര്യം. ഖുർആൻ ഹദീസിനെ പറ്റി വിശദീകരണം ഇല്ലാതെ ഒരു വലിയ മഹാപണ്ഡിതൻ എഴുതി അതൊക്കെ പ്രചരിപ്പിച്ചിരിക്കുന്നു.
എത്ര ഭയങ്കരമായ നന്ദികേടാണിത്. എന്താണ് റസൂൽ പറഞ്ഞെന്നറിയുമോ? ബാധ അല്ല, ഒരൊറ്റ പ്രാവശ്യം കേട്ടാൽ കാണാപ്പാടാക്കാൻ കഴിയുന്ന ഒരു ചെറിയ വാചകം അത് മതി. ബാധ, പ്രാർത്ഥനയാണ് ആരാധന. അതുതന്നെ, പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറഞ്ഞു. ഇതെന്താ പ്രാർത്ഥന? അവിടെയും ചിന്താക്കുഴപ്പം അലച്ചുവിട്ടിരിക്കുന്ന ചില ആളുകൾ. ഒരാൾ വയത് പറഞ്ഞതായി കേട്ടവരിൽ നിന്ന് ഞാൻ അറിഞ്ഞു. ഒരു മനുഷ്യൻ കിണറ്റിൽ വീണ് പോയാൽ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, കരകയറ്റി തരാൻ വേണ്ടി കിണറ്റിന്റെ കരയിൽ നിൽക്കുന്ന ആളെ വിളിച്ച് അപേക്ഷിക്കലും എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു കയറലും രണ്ടും ഒരുപോലെയാണ്. ഒരുപോലെയാണെന്ന് വെച്ചാൽ ഈ കരയിൽ നിൽക്കുന്ന ആളെ വിളിച്ചു തേടുന്നതിന് ആക്ഷേപമില്ലല്ലോ, അതുപോലെ മറ്റൊന്നിനും ആക്ഷേപമില്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ പ്രാസംഗികൻ. അങ്ങനെ ആകെ കുഴച്ചു മുടിച്ച് നാശമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അതൊന്നും വിശദീകരിക്കൽ ആവശ്യമായി വന്നു.